നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞങ്ങള് 3 മക്കൾക്ക് വേണ്ടിയല്ല അമ്മ ജീവിച്ചത്. ഇപ്പൊ തിരിഞ്ഞു നിന്ന് അമ്മയുടെ ജീവിതം എന്തായെന്ന് ചോദിച്ച അമ്മ എന്ത് മറുപടി കൊടുക്കും? ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തില് എന്ത് ലാഭം അമ്മ കാണിക്കും? എന്റെ മക്കളൊന്നും എന്നെ പോലെ ആവരുതെന്നാ ഞാൻ. അമ്മയ്ക്ക് എന്താ അമ്മ ഒരു കുറവ്? ഞങ്ങളുടെ അമ്മ മാത്രമല്ല, എല്ലാ അമ്മമാരും അമ്മ പോലെ ആവണമെന്നാ ഞാൻ പറയുക. അമ്മ ഒരു തെറ്റല്ല, ശരിയായിരുന്നു എന്ന് ജീവിച്ച് കാട്ടേണ്ടത് ഞങ്ങള് മക്കളാ. ജീവിതത്തില് നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കും അമ്മേ. ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, എല്ലാവരും കൂടി ഒരുമിച്ച്. ശ്യാമ എന്നേക്കുമായി തോൽക്കാതിരിക്കാൻ ഞാൻ തൽക്കാലത്തേക്കൊന്ന് തോറ്റു കൊടുത്തേ ഉള്ളൂ അമ്മേ. മോളെ, ശാലിനി, നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നമില്ലടോ. അതെ വിഷ്ണുവേട്ടാ, ഇന്ന് നമുക്ക് മാത്രമായ ഒരു സ്വപ്നം. കണ്ണടച്ചു കഴിഞ്ഞാൽ താനും ഞാനും കടന്ന ഒരേ സ്വപ്നമാ, ഒരേ മനസ്സ്, ഒരേ ഹൃദയം. എന്നിട്ട് തനിക്ക് എങ്ങനെ എന്നെ വിട്ട് പോകാൻ കഴിയുന്ന? വിട്ടു പോയിട്ടില്ലല്ലോ വിഷ്ണുവേട്ടാ, ഞാൻ അരികത്ത് തന്നെ ഉണ്ട്. നമ്മള് ഒരേ മനസ്സല്ലേ? വിഷ്ണുവേട്ടൻ ചോദിക്കുന്നത് എനിക്ക് കേൾക്കാം, എന്റെ മറുപടികള് വിഷ്ണുവേട്ടനും കേൾക്കുന്നുണ്ട്. ഇപ്പത്തെ എനിക്ക് എന്ത് സൗകര്യമെന്നറിയോ? വിഷ്ണുവേട്ടന്റെ ചിന്തകൾക്കൊപ്പം പറക്കാൻ എനിക്കിപ്പോ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണോ അക്കന്ന് നിൽക്കുന്ന ഓരോ നിമിഷം ഹൃദയം പറഞ്ഞു പോകുന്ന പോലെ തോന്നുക? എന്നെ കൊണ്ട് ഇത് താങ്ങാൻ വയ്യ വിഷ്ണുവേട്ട. ഓരോ നിമിഷവും ഓരോ യുഗങ്ങളെ പോലെ കടന്നു പോന്ന്. വിഷ്ണുവേട്ടൻ എന്റെ ജീവൻ. അതില്ലാതെ ഒരു നിമിഷം എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നല്. എല്ലാത്തിനും കാരണം ഞാനല്ലേ, എന്റെ ഒരു നാവ് പിഴയല്ല. വിഷ്ണുവേട്ടനല്ല, വിധിയാ. ഭൂമിയിലും സ്വർഗത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ നമ്മൾ സന്തോഷിക്കുന്നത് കണ്ട് അവനൊരു കുരങ്ങനെ പോലെ നമ്മുടെ ജീവിതത്തിൽ വിളയാടുക. ചില വിധികൾ മനുഷ്യനെ തിരുത്താൻ പറ്റുന്നതാണോ? എനിക്കിപ്പോ അതിലൊക്കെ വിശ്വാസം കുറഞ്ഞു വരുവാ വിഷ്ണുവേട്ട. ഭാമ വീണ്ടും മുത്തശ്ശിയാവാൻ പോകുന്നെന്ന് വിഷ്ണു കള്ളം പറഞ്ഞെങ്കിലും അതിപ്പോ സത്യമായിരിക്കുക. ശാലിനിയല്ല, ശ്യാമയാണ് പ്രഗ്നന്റ് മാത്രം. ശ്യാമയെ തന്നെ ഇവിടെ തുടരാൻ അനുവദിക്കണമെന്ന് നീ പറയുന്നു അറിഞ്ഞു തന്നെയാ ഞാൻ തീരുമാനം നിനക്ക് വിട്ടത്. ഇപ്പൊ ഞാൻ തന്നെ പുറത്താക്കല്ല, നീ സ്വയം ഒഴിഞ്ഞു പോകുകയാ.
എന്തടി ഇത്? ഇപ്പോഴും നീ ആ കാര്യം തന്നെ ആലോചിച്ചോണ്ടിരുന്ന എങ്ങനെ ശരിയാവുക? ജീവിതം മുന്നോട്ട് നീങ്ങണ്ടേ മോളെ? അമ്മ, ഞാൻ എടി, തൽക്കാലത്ത് ഒരു പ്രശ്നമേ ഉള്ളൂ മോളെ. വിഷ്ണു വരും, നിന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അമ്മ. വിഷ്ണുവേട്ടനും എനിക്കും ഇടയിലുള്ള സ്നേഹത്തിന് തടസ്സമാവാൻ ഈ ലോകത്ത് ഒന്നിനെ കൊണ്ടും സാധിക്കില്ല. ഇനിയിപ്പോ വിഷ്ണുവേട്ടൻ വന്നില്ലെങ്കിൽ തന്നെ വിഷ്ണുവേട്ടന് ഒരിക്കലും എന്നെ മറക്കാൻ പറ്റില്ല അമ്മ. എനിക്ക് വിഷ്ണുവേട്ടനെ മറക്കാൻ പറ്റില്ല. ഇനി ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഓർമ്മകളില് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചോളാം. മോളെ, എടി, അങ്ങനൊന്നും ഉണ്ടാവില്ലടി. സത്യാമ്മ തന്നെ സത്യങ്ങളെല്ലാം തിരിച്ചറിയും. വിഷ്ണു നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അക്കാര്യത്തില് എനിക്ക് സംശയമൊന്നുമില്ല അമ്മ. അമ്മയെന്ന് നെഞ്ചില് പച്ചകുത്തിയ ആള് ഒരു കൈക്കുഞ്ഞിനെ മുക്കത്ത് വെച്ച് നിൽക്കുന്ന എന്നെയും കൈപിടിച്ച തെരുവിലേക്ക് ഇറങ്ങിയതാ. അന്ന് ഞങ്ങൾ കയറിയ വണ്ടിന്ന് വരെ തിരിച്ചിറക്കിച്ചു സത്യാമ്മ. കഴുത്തി കിടന്നിരുന്ന മാല വരെ ആ വണ്ടിയുടെ ബോണറ്റിൽ ഊരി വെച്ച നിമിഷം അമ്മയും ആ വീടുമായുള്ള ബന്ധം മുഴുവൻ ഉപേക്ഷിച്ചതാ വിഷ്ണുവേട്ടൻ. പാറക്കുട്ടിയെ കൈവിട്ടത് മുതൽ വീണ്ടും വിഷ്ണുവേട്ടനെ അങ്ങോട്ട് അടുപ്പിച്ചത് ഞാനാ. സത്യമ്മ ഞങ്ങളെ സ്നേഹം കൊണ്ട് മൂടിയെന്നുള്ളത് സത്യ. പക്ഷേ വിഷ്ണുവിന് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഒരിക്കലും ഇല്ലമ്മേ. വിഷ്ണുവേട്ടൻ എന്നോടുള്ള സ്നേഹം കുറയില്ല, കൂടുകയുള്ളൂ. അതൊരു പക്ഷേ ഞാൻ ഇനി ഇല്ലാതായാൽ പോലും എടി, അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ. എന്തടി മോളെ? അമ്മ പറഞ്ഞതുപോലെ സത്യമ്മ സത്യങ്ങളെല്ലാം തിരിച്ചറിയും. എന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ആ ശാലിനി മോളെ, പിന്നെ നിനക്ക് എന്തിനാടി വിഷമം? അമ്മ, എന്നെ പറ്റി ഓർത്തല്ല എനിക്ക് വിഷമം. അവളെ ശ്യാമയെ കുറിച്ച് ഓർത്ത. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ശ്യാമയെ എങ്ങനാവും സത്യമ്മ കാണുന്നതെന്ന് ഓർത്ത്. എന്റെ അനിയത്തി എന്ന ലേബലാണല്ലോ അവൾക്ക്. അങ്ങനെയാണെങ്കിൽ അവളെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കോ സത്യമ്മ? അതിനു മുമ്പ് ഞാൻ ചെയ്ത തെറ്റിന് എന്റെ അനിയത്തിയോടും കൂടിയല്ലേ സത്യമ്മ അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.